വൈൽഡ് ലെസൺസ് എപ്പിസോഡ് 26 നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പൗണ്ട് ഡൂപ്പിൾ മെലഡി എന്ന ഒരു എക്സസൈസാണ്. ഈ കോമ്പൗണ്ട് ഡ്യൂപ്പിൾ ടൈമിൽ വരുന്ന ഒരു എക്സസൈസാണ്. കോമ്പൗണ്ട് ഡ്യൂപ്പിൾ ടൈം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരുന്ന വെച്ച എക്സസൈസുകളെല്ലാം കോമൺ ടൈം, അതായത് 4/4 ഒരു ബാറിൽ 4 ബീറ്റ്സ് കവർ ചെയ്ത് വരുന്ന ടൈമിങ്ങിനാണ് കോമൺ ടൈം അല്ലെങ്കിൽ 4/4 എന്ന് പറയുന്നത്. പിന്നീട് 3/4 ഒരു എക്സസൈസ് നമ്മൾ ചെയ്തു. എന്താണ് 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പിൾ ടൈം എന്നാണ് പറയുന്നത്. ട്രിപ്പിൾ ടൈമിൽ ഒരു ബാറിൽ 3 ബീറ്റ്സ് ആയിരിക്കും ഷെയർ ചെയ്ത് വരുന്നത്. അതായത് 1 2 3 1 2 3. അതേ സമയത്ത് കോമൺ ടൈമിലാണെങ്കിൽ 1 2 3 4 1 2 3 4. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കോമ്പൗണ്ട് ഡ്യൂപ്പിൾ ടൈം എന്ന് പറഞ്ഞാൽ ഒരു ബാറിൽ അതിൻ്റെ കൗണ്ട് വരുന്നത് 6 ആയിരിക്കും, 6 ബീറ്റ്സ്. അതായത് 1 2 3 4 5 6 1 2 3 4 5 6 ഇങ്ങനെയാണ് അത് കൗണ്ടിങ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന എക്സസൈസിൽ ആദ്യത്തെ ഒരു നോട്ട് ഡോട്ടഡ് ക്രോച്ചറ്റ്, അതുകൂടാതെ ഒരു കൊയ്വറും, അതായത് 1.5 ബീറ്റിൻ്റെ ഹാഫ് ബീറ്റിൻ്റെ ഒരു നോട്ട് രണ്ടും കൂടി ടൈ ചെയ്ത് സ്ലർ ഇട്ടുള്ള നോട്ടാണ്. അപ്പോൾ രണ്ടും കൂടി വായിക്കുമ്പോൾ 1.5 + 1/2, അപ്പോൾ 2 ബീറ്റ്സായി. പക്ഷേ കോമ്പൗണ്ട് ഡ്യൂപ്പിൾ ടൈമാണ് നമ്മൾ വായിക്കുവാൻ പോകുന്നതെങ്കിൽ അത് രണ്ടും എന്നുള്ളത് ഡബിൾ ആക്കണം, 4 ബീറ്റ്സ് ആവും. അപ്പോൾ 1 2 3 4 1 2 3 4. അപ്പോൾ 1 ബീറ്റിൻ്റെ കൂടെ ഒരു ഡോട്ട് വന്നു കഴിഞ്ഞാൽ 1.5 ബീറ്റാണ്. അതിനെ ഡോട്ടഡ് ക്രോച്ചറ്റ് എന്ന് പറയും. അപ്പോൾ ഡോട്ടഡ് ക്രോച്ചിൻ്റെ വാല്യൂ 6/8 3 ബീറ്റ്സ് ആവും. സാധാരണ ടൈമിങ്ങിലാണെങ്കിൽ 1.5 ബീറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഡബിള് 3 ബീറ്റ്സ്. അപ്പോൾ 3 ബീറ്റ്സ് പ്ലസ് പിന്നെ ഹാഫ് ബീറ്റിൻ്റെ ഒരു നോട്ടാണ്. അത് രണ്ടും കൂടിയാണ് ഈ നൊട്ടേഷനിൽ ഷെയർ ചെയ്തേക്കണം. അപ്പോൾ ഹാഫ് ബീറ്റിൻ്റെ അത് ഡബിൾ എന്ന് പറഞ്ഞാൽ 1 ബീറ്റ് ആവും. അപ്പോൾ 1.5 ബീറ്റ് പ്ലസ് ഹാഫ് ബീറ്റ്, അത് 2 ആയി. 2 + 2 4 ബീറ്റ്സ്. അപ്പോൾ 4 ബീറ്റ്സ് അത് കഴിഞ്ഞ് പിന്നെ ഓരോ ബീറ്റിൻ്റെ 2 നോട്ടും, അതും സ്ലറിങ്ങിലാണ്. അപ്പോൾ 4 ബീറ്റ്സ് ഒറ്റ നോട്ടായിട്ട് സ്ലറിങ്ങിലും 5 6 ഒരു 2 നോട്ടായിട്ട് സ്ലറിങ്ങിലും വായിക്കണം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് 1 2 3 4 അതാണ് ആദ്യത്തെ നോട്ടിൻ്റെ വാല്യൂ. 1 2 3 4. രണ്ടാമത് വരുന്നത് 1 2 3 4 3 4. ആ ഒരു മോഡിലാണ് ഈ എക്സസൈസ് വായിക്കേണ്ടത്. ഇത് സ്കെയിൽ ഓഫ് ഡി മേജറാണ്. നമ്മൾ 3 സ്കെയിൽസ് പഠിച്ചു. ഇപ്പോൾ ഒന്ന് എ മേജർ, 3 ഷാർപ്പ് വരുന്ന സ്കെയിൽ. ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്കത് മനഃപ്പാടമാകാൻ വേണ്ടിയാണ്. ഫസ്റ്റ് സ്കെയിൽ ഓഫ് എ മേജർ, അതിൽ 3 ഷാർപ്പ് വരുന്നുണ്ട്. എഫ് ഷാർപ്പ്, സി ഷാർപ്പ്, ജി ഷാർപ്പ്. ഇത് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. നിങ്ങളുടെ മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്യണം, അതിനു വേണ്ടിയാണ്. അപ്പോൾ എ മേജർ സ്കെയിലിൽ 3 ഷാർപ്പ്. പിന്നീട് വരുന്ന ഡി മേജർ സ്കെയിലാണ്. ഡി മേജർ സ്കെയിൽ 2 ഷാർപ്പാണ്. ഏതെല്ലാം ഷാർപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് ഷാർപ്പ് ആൻഡ് സി ഷാർപ്പ്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന സ്കെയില് ഡി മേജർ സ്കെയിലാണ്. സ്കെയിൽ ഓഫ് ഡി മേജറിൽ 2 ഷാർപ്പാണ്, എഫ് ഷാർപ്പും സി ഷാർപ്പും. അതായത് 6/8 കൗണ്ടിങ്ങിൽ വരുന്ന എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ അത് വർക്കൗട്ട് ആവും, എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് നോക്കാം. 1 2 3 4 5 6.
ഇതൊരു ലോങ് എക്സസൈസാണ്, സിമ്പിൾ ഡൂപ്പിൾ ടൈം. അത് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു നല്ലൊരു ലെസണുമായിട്ട് വീണ്ടും ഞാനെത്തും. അതുവരെ.